പ്രിയരെ, നമുക്ക് ഈ ദൈവം ദാനമായി നൽകിയ പുതിയ പ്രഭാതത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. ഇന്ന് ലഭിച്ച ഈ പുതുദിനം ദൈവത്തിന്റെ അതുല്യമായ കൃപകളും ആത്മീയ അഭിഷേകങ്ങളുമായിരിക്കും നമുക്ക് നിറയുന്നത് എന്ന വിശ്വാസത്തോടെയാണ് നാം മുന്നോട്ടു പോകുന്നത്. സാധാരണ കാലത്തിന്റെ 30-ാം ആഴ്ചയിലെ ഈ തിങ്കളാഴ്ച നമുക്ക് ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടു അതിന്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പുതുക്കാനുള്ള ഒരവസരമാണ്. ഇന്നത്തെ വായനകൾ രണ്ടും കൂടി വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായ ഒരു സന്ദേശം സംസാരിക്കുന്നു. അത് ബന്ധനത്തിൽ നിന്ന് മോചനത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. ഭയത്തിന്റെ തടവറയിൽ നിന്ന് ദൈവപുത്രത്വത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളിയാണ് അതു. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്. രോഗം, കടം, ക്ഷമയില്ലായ്മ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, അങ്ങനെ എണ്ണിപ്പറയാനാകാത്ത ബദ്ധതകൾ. എന്നാൽ ഇന്ന് ആ എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തിന്റെ മക്കളെന്ന അഭിമാനത്തോടെ നമ്മുടെ ആത്മീയ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള ദിനമാണ്. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത്യന്തം മഹത്തായൊരു സത്യമാണ്. നാം ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് ദൈവപുത്രന്മാരായി ജീവിക്കാൻ നമ്മെ സ്വതന്ത്രരാക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന പോലെ 18 വർഷം സാത്താന്റെ ബന്ധനത്തിൽപ്പെട്ടിരുന്ന ഒരു സ്ത്രീയെ യേശു മോചിപ്പിച്ചു. ആ നിമിഷം ഒരു ശരീരവിമോചന മാത്രമല്ല, ആത്മീയ പുനരുജ്ജീവനത്തിന്റെ അടയാളവുമായിരുന്നു. ഈ 2 വചനങ്ങളുടെയും സന്ദേശം നമ്മെ ആഴത്തിൽ സ്പർശിക്കുന്നു. നമ്മുടെ ജീവിതത്തിലുമുള്ള അതൃപ്തികളുടെ, ഭയങ്ങളുടെ, പാപത്തിന്റെ, മാനസിക ബന്ധനങ്ങളുടെ ചങ്ങലകളെ തിരിച്ചറിയാനും അവയിൽ നിന്ന് യേശുവിൽ സ്വാതന്ത്ര്യം കണ്ടെത്താനുമാണ് അത് നമ്മെ ക്ഷണിക്കുന്നത്. വിശുദ്ധ പൗലോസിന്റെ വചനങ്ങൾ ഓർക്കാം. ജഡപ്രകാരം ജീവിക്കുന്നവർ മരിക്കുമെന്ന് ഉറപ്പ്, എന്നാൽ ആത്മാവിനാൽ ശരീരത്തിന്റെ ദുഷ്പ്രവൃത്തികളെ നിഗ്രഹിക്കുന്നവർ ജീവിക്കും. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവപുത്രന്മാരാണ്. അവർ ഭയത്തിന്റെ അടിമകളല്ല, മറിച്ച് സ്നേഹത്തിൽ നൂലാമാലയുള്ള പുത്രത്വത്തിന്റെ അവകാശികൾ. അതുകൊണ്ട് നാം ധൈര്യമായി വിളിക്കുന്നു, അബ്ബാ പിതാവേ. കാരണം നമ്മുടെ ആത്മാവ് തന്നെയാണ് സാക്ഷ്യം പറയുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണ്, അവകാശികളാണ്, ക്രിസ്തുവിനോടൊപ്പം പീഡ സഹിക്കുന്നവർ, അതുവഴി മഹത്വത്തിൽ പങ്കാളികളാകുന്നവർ. ഇതാണ് കർത്താവിന്റെ വചനം. പ്രിയരെ, പൗലോസ് ശ്ലീഹ നമ്മെ മുന്നിൽ വയ്ക്കുന്നത് 2 വഴികളാണ്: ജഡികമായ ജീവിതവും ആത്മീയമായ ജീവിതവും. ജഡത്തിന്റെ ഇഷ്ടങ്ങളും ലോകമോഹങ്ങളും സ്വാർത്ഥതയും നയിക്കുന്നതാണ് ജഡികമായ ജീവിതം. അതിന്റെ അന്ത്യം ആത്മീയ മരണത്തിലെത്തിക്കുന്ന ഒരു ശൂന്യതയാണ്. എന്നാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം അതിന് വിപരീതമാണ്. അവിടെ നമ്മുടെ വഴികാട്ടി നമ്മുടെ ആഗ്രഹങ്ങളല്ല, മറിച്ച് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവ് നമ്മെ വെറുമൊരു കൃത്യനിഷ്ഠയിലേക്കല്ല, ദൈവവുമായുള്ള അത്യന്തം വ്യക്തിപരമായ ബന്ധത്തിലേക്കാണ് നയിക്കുന്നത്. പുത്രസ്വീകാരത്തിന്റെ ആത്മാവ് എന്ന പദം അതിന്റെ ആഴത്തിലുള്ള അർത്ഥം തുറന്നു കാണിക്കുന്നു. പഴയ റോമൻ നിയമപ്രകാരം ദത്തെടുത്ത കുട്ടിക്ക് ആ കുടുംബത്തിലെ സ്വജന്മക്കളെപ്പോലെ മുഴുവൻ അവകാശങ്ങളും ലഭിക്കുമായിരുന്നു. പഴയ കടപ്പാടുകളും ബന്ധനങ്ങളും അവസാനിച്ച് പുതുമയുള്ളൊരു ജീവിതം ആരംഭിക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് ദൈവം നമ്മോട് ചെയ്തത്. പാപത്തിന്റെ തടവിലായിരുന്ന നമ്മെ യേശുക്രിസ്തുവിലൂടെ അവിടുന്ന് ദത്തെടുത്ത് പുത്രന്മാരായി, പുത്രിമാരായി ദൈവകുടുംബത്തിന്റെ ഭാഗങ്ങളായി സ്വീകരിച്ചു. ഇനി നാം അടിമകളല്ല, സ്വാതന്ത്ര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുത്രത്വത്തിൽ ജീവിക്കുന്ന ദൈവമക്കളാണ്. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ ഭയത്തോടെയല്ല, സ്നേഹത്തോടെയും ആത്മീയ സ്വാതന്ത്ര്യത്തോടെയും സമീപിക്കാൻ കഴിയുന്നത്. ഒരു അടിമ തന്റെ യജമാനനെ പേടിച്ചു വിളിക്കുന്നത് പോലെയല്ല, മറിച്ച് ഒരു കുഞ്ഞ് അപ്പനോട് ചേർന്ന് അബ്ബാ പിതാവേ എന്ന് ഹൃദയപൂർവ്വം വിളിക്കുന്നതുപോലെ നമുക്ക് ദൈവവുമായി സംവദിക്കാം. അബ്ബാ എന്ന അരമായ പദം അപ്പച്ചനോടുള്ള അതുല്യമായ അടുപ്പവും സ്നേഹത്തിന്റെ തീവ്രതയും വിളിച്ചോതുന്നു. ഈ ആന്തരിക ബന്ധമാണ് ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്.
നാം വെറും സൃഷ്ടികളല്ല, അവിടുത്തെ സ്വന്തം മക്കളാണ്. മക്കളായതുകൊണ്ട് നാം അവകാശികളുമാണ്. ക്രിസ്തുവിനോടൊപ്പം സ്വർഗരാജ്യത്തിൻ്റെ കൂട്ടവകാശികളായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ ഈ മഹത്വത്തിലേക്കുള്ള യാത്രയ്ക്ക് ഒരു വ്യവസ്ഥയുണ്ട്. നാം അവനോടൊപ്പം മഹത്വത്തിൽ പങ്കാളികളാകണമെങ്കിൽ അവനോടൊപ്പം പീഡയും സഹിക്കണം. ജീവിതത്തിലെ കഠിനാനുഭവങ്ങൾ, രോഗം, നിരസനം, സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക വേദന, ഇതെല്ലാം നമുക്ക് ഭാരമല്ല, മറിച്ച് കുരിശിനോടൊപ്പം യേശുവിനോട് ചേർന്ന് സമർപ്പിക്കാവുന്ന ആത്മീയ ബലികളാണ്. അവയെ സഹനമായി കാണാതെ പുത്രത്വത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്ന അനുഗ്രഹങ്ങളായി കാണുമ്പോൾ നമ്മുടെ വേദന തന്നെ ദൈവമഹത്വത്തിലേക്കുള്ള വഴിയായി മാറുന്നു. ഇന്നത്തെ സുവിശേഷം നമ്മെ ഒരു അതുല്യമായ ആത്മീയ അനുഭവത്തിലേക്ക് നയിക്കുന്നു. വിശ്വാസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ജീവിച്ചറിയാനുള്ള ഒരു യാത്രയിലേക്ക്. വിശുദ്ധ ലൂക്കാ എഴുതിയ 13-ാം അധ്യായത്തിലെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇത്. അവിടെ കാണുന്ന കഥയിൽ 18 വർഷമായി കൂനിച്ചു നടക്കേണ്ടി വന്ന ഒരു സ്ത്രീയെ യേശു കാണുന്നു. അവളുടെ വേദനയുടെ ആഴം വാക്കുകളിൽ അളക്കാനാവാത്തതായിരുന്നു. ശരീരത്തിൻ്റെ വേദന മാത്രമല്ല, സമൂഹത്തിൻ്റെ പരിഹാസവും ഒറ്റപ്പെടലും കൂടിയാണ് അവളെ അടിമയാക്കിയിരുന്നത്. എന്നാൽ യേശു അവളെ കണ്ടപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ കണ്ണുകളാൽ നോക്കി പറഞ്ഞു, സ്ത്രീയെ, നീ ബന്ധനത്തിൽ നിന്ന് മോചിതയായിരിക്കുന്നു. ആ വാക്കുകൾ കേൾക്കുന്ന നിമിഷം അവൾ നേരെ നിൽക്കുന്നു. ശരീരം മാത്രമല്ല, ആത്മാവും പുനരുജ്ജീവനം പ്രാപിക്കുന്നു. എന്നാൽ ആ അത്ഭുതം നടന്നത് സാബത്തു ദിവസമായതുകൊണ്ട് മതനേതാക്കൾ കോപം പ്രകടിപ്പിക്കുന്നു. അതിന് യേശുവിൻ്റെ മറുപടി മനുഷ്യസ്നേഹത്തിൻ്റെ ശബ്ദമാണ്. നിങ്ങളുടെ മൃഗങ്ങൾക്ക് സാബത്തിൽ വെള്ളം കൊടുക്കുന്നത് ന്യായമെന്നു തോന്നുന്നെങ്കിൽ 18 വർഷമായി ബന്ധനത്തിൽ കഴിയുന്ന ഈ അബ്രഹാമിൻ്റെ പുത്രിയെ മോചിപ്പിക്കുന്നത് എങ്ങനെ പാപമാകുന്നു? ആ വാക്കുകൾ മതനിയമങ്ങളുടെ ചുമട്ടിനടിയിൽ അടിഞ്ഞുപോയ കരുണയുടെ അർത്ഥം പുനരാവിഷ്കരിക്കുന്നു. യേശു കാണിച്ച ഈ കൃപയുടെ പ്രവൃത്തിയിലൂടെ ദൈവരാജ്യം മനുഷ്യഹൃദയങ്ങളിൽ എങ്ങനെ പിറക്കുന്നു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം നമുക്ക് ലഭിക്കുന്നു. പ്രിയരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈ സംഭവം ഒരു ഹൃദയത്തെ തൊടുന്ന മനുഷ്യകഥയാണ്. വേദനയും കരുണയും വിശ്വാസവും ചേർന്നൊരു ആത്മീയ അനുഭവം. ഇവിടെ 3 മുഖങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നു. 18 വർഷമായി കൂനിപ്പോയി നടക്കേണ്ടി വന്ന ഒരു സ്ത്രീ, മതനിയമത്തിൻ്റെ കടുപ്പത്തിൽ മനുഷ്യനെ എന്ന സത്യത്തെ മറന്നുപോയ സിനഗോഗധികാരി, പിന്നെ സത്യസ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ നിയമത്തിൻ്റെ യഥാർത്ഥ ആത്മാവ് വെളിപ്പെടുത്തുന്ന യേശു. നമുക്ക് ആദ്യം ആ സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാം. 18 വർഷമെന്നത് ഒരു ജീവിതകാലം തന്നെയാണ്. അവൾ ശരീരത്തിൽ കൂനിപ്പോയിരുന്നതല്ല, ആത്മാവിലും സമൂഹബന്ധങ്ങളിലും ഒതുങ്ങിപ്പോയിരുന്നതായിരുന്നു. എപ്പോഴും നിലം മാത്രം കാണേണ്ടി വരുന്ന അവസ്ഥ, ആകാശത്തിൻ്റെ നീലിമ കാണാനാവാതെ, മറ്റൊരാളുടെ കണ്ണിലേക്ക് നേർമായി നോക്കാനാവാതെ, ജീവിതത്തിൻ്റെ ഭംഗി കാണാതെ കഴിഞ്ഞ അവൾ മനുഷ്യനനുഭവിക്കാവുന്ന ഏറ്റവും ആഴത്തിലുള്ള ഒറ്റപ്പെടലിൻ്റെ പ്രതീകമാണ്. അവളുടെ ലോകം തൻ്റെ കാൽത്തറയിൽ ചുരുങ്ങിയിരുന്നു. പ്രതീക്ഷ എന്ന വാക്ക് മങ്ങിയുപോയ അവസ്ഥ. യേശു അതിനെ സാത്താൻ്റെ ബന്ധനം എന്നു വിളിച്ചു. ശരീരത്തിൻ്റെ കുരുക്കല്ലാതെ ആത്മാവിനെ അടിച്ചമർത്തുന്ന ഇരുട്ടിൻ്റെ ശക്തിയാണ്. ആ ബന്ധനത്തെ പൊള്ളിച്ച് അവളെ നേരെ നിർത്തിയ യേശുവിൻ്റെ സ്പർശം ദൈവസ്നേഹം മനുഷ്യജീവിതത്തെ എങ്ങനെ ഉയർത്തുന്നു എന്നതിൻ്റെ അതുല്യമായ തെളിവാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള കൂനുകൾ എത്രയോ ഉണ്ട്. അവ ശരീരത്തിലല്ല, ആത്മാവിനുള്ളിലാണ് വളരുന്നത്. വെറുപ്പ്, ദ്വേഷം, ക്ഷമയില്ലായ്മ, കുറ്റബോധം, നിരാശ, ഇവയൊക്കെ നമ്മുടെ ഉള്ളിൽ ഭാരമായി അടിഞ്ഞുകൂടി ആത്മാവിനെ നിവരാതെ കൂനിപ്പിക്കുന്നു. ഒരിക്കൽ നമ്മെ വേദനിപ്പിച്ച ഒരു വാക്കോ സംഭവമോ ഒരു നഷ്ടമോ ഒരു വഞ്ചഷ്ടമോ ഒരു വഞ്ചനയോ അതിൻ്റെ ഓർമ്മയിൽ കുടുങ്ങിക്കിടക്കുന്ന നിമിഷങ്ങൾ നമ്മെ നിലം മാത്രമേ കാണാൻ അനുവദിക്കൂ, ആകാശം കാണാതെ.
പലർക്കും പുറമേ എല്ലാം നന്നായിരിക്കും തോന്നുക, ജോലി, കുടുംബം, മാന്യത. പക്ഷെ അകത്ത് എന്തോ കുത്തി നിൽക്കും. ഒരു കാണാത്ത ബന്ധനം, ഒരു പഴയ വേദന. ഒരിക്കൽ ഞാൻ കണ്ടു പരിചയപ്പെട്ട ഒരാൾ അതിൻ്റെ തെളിവായിരുന്നു. മന്ദ തൊഴിലും സ്നേഹമുള്ള കുടുംബവും ഉണ്ടായിട്ടും ജീവിതത്തിൽ സന്തോഷമില്ലായിരുന്നു. അവൻ പറഞ്ഞു, വർഷങ്ങൾ മുൻപ് ഏറ്റവും വിശ്വസിച്ച ഒരാൾ എന്നെ കബളിപ്പിച്ചു. ആ വഞ്ചന ഇന്നുവരെ മറക്കാനായിട്ടില്ല. ആരെയും വിശ്വസിക്കാൻ ഇനി മനസ്സില്ല. ആ വാക്കുകളിൽ അടങ്ങിയിരുന്നത് ഒരവസാനിക്കാത്ത വേദനയായിരുന്നു. അതൊരു സാമ്പത്തിക നഷ്ടമല്ല, ആത്മാവിൻ്റെ വ്രണമായിരുന്നു. ആ ഒരേയൊരു സംഭവത്തിൻ്റെ നിഴൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ വളഞ്ഞു. ഇതാണ് യഥാർത്ഥ കൂനം. ക്ഷമിക്കാനാകാത്ത മനസ്സ്, വിടുവിക്കാനാവാത്ത ഭാരം, നമുക്ക് മുന്നോട്ടു നിൽക്കാനാവാത്ത വിധം ആത്മാവിനെ വളച്ചിടുന്ന അദൃശ്യബന്ധനം. ഇതുതന്നെയാണ് യേശുവിൻ്റെ സാന്നിധ്യം അതുല്യമായതാക്കുന്നത്. അവൻ കാണുന്ന കണ്ണുകൾ മനുഷ്യരുടെ കണ്ണുകളല്ല. യേശു അവളെ കണ്ടപ്പോൾ എന്നൊരു വാക്യം മതിയാകുന്നു. ആ വാക്കിനുള്ളിൽ തന്നെയുണ്ട് മാറ്റത്തിൻ്റെ മുഴുവൻ രഹസ്യം. മറ്റുള്ളവർ അവളെ ഒരു ബുദ്ധിമുട്ടായി, ഒരു കരുണയ്ക്ക് അർഹയായ മനുഷ്യയായി, അല്ലെങ്കിൽ ഒരു കാണാവസ്തുവായി കണ്ടപ്പോൾ യേശു അവളെ ദൈവത്തിൻ്റെ മകളായി കണ്ടു. അവൻ്റെ ദൃഷ്ടി അവളുടെ കൂതിപ്പോയ ശരീരത്തിനപ്പുറം ആത്മാവിൻ്റെ വേദനയിലേക്കായിരുന്നു നീന്തത്. അവൻ അവളെ അടുത്തു വിളിച്ചു. ശ്രദ്ധിക്കുക, അവൾ യേശുവിനെ തേടിയതല്ല, യേശുവാണ് അവളെ തൻ്റെ അടുക്കൽ വിളിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മുടെയും ജീവിതം. നാം വേദനയിൽ മുങ്ങിക്കിടക്കുമ്പോഴും തളർന്നുപോയിരിക്കുമ്പോഴും ദൈവം തന്നെയാണ് ആദ്യം നമ്മെ കാണുന്നത്, വിളിക്കുന്നത്, ഉയർത്തുന്നത്. യേശുവിൻ്റെ വാക്കുകൾ ഒരു സൗഹൃദ സന്ദേശമല്ല, അധികാരമുള്ള പ്രഖ്യാപനമാണ്. സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിതയായിരിക്കുന്നു. ആ വാക്കിനൊപ്പം അവൻ അവളുടെ മേൽ കൈവച്ചു. പിന്നെ അത്ഭുതം നടന്നു. 18 വർഷത്തെ ഇരുട്ടും ബന്ധനവും ഒരു നിമിഷം അഴിഞ്ഞുപോയി. അവൾ നേരെ നിൽക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഒരുപക്ഷേ ആ നിമിഷത്തിലാണ് അവൾ വർഷങ്ങളായി കാണാതെ പോയ ആകാശത്തിൻ്റെ നീലിമയും ജീവിതത്തിൻ്റെ പ്രകാശവും വീണ്ടും കണ്ടത്. സിനഗോഗിൻ്റെ അലങ്കാരങ്ങൾ, ചുറ്റുമുള്ള മുഖങ്ങളുടെ നിര, അവിടെ നിലകൊള്ളുന്ന നിശ്ശബ്ദത, എല്ലാം കഴിഞ്ഞു. അവളുടെ കണ്ണുകളിൽ കാണുന്നത് യേശുവിൻ്റെ മുഖത്തിൻ്റെ സൗമ്യതയും കരുണയും മാത്രമാണ്. അവിടെ നിയമത്തിൻ്റെ കർശനതയോ നിയന്ത്രണമോ ഇല്ല. മാത്രമല്ല, ഒരു നിമിഷം തന്നെ അവളെ ഉയർത്തുന്ന ദൈവസ്നേഹം മാത്രം. മറുവശത്ത് സിനഗോഗധികാരിയുടെ ദൃഷ്ടി നിയമത്തിൻ്റെ കപ്പലിനോട് പകർന്നിരിക്കുന്നു. സാബത്ത് ലംഘനം, നിയമത്തിൻ്റെ രൂക്ഷത, വ്യവസ്ഥകൾ. മനുഷ്യൻ അനുഭവിക്കുന്ന സുഖവും മോചനവും അവരുടെ കണക്കിൽ ഒന്നും പോലും വിലപ്പെട്ടിട്ടില്ല. യേശു അവനെ കപടനാട്യക്കാരൻ എന്ന് വിളിക്കുന്നു. കാരണം അവർ നിയമത്തിൻ്റെ വാക്യങ്ങൾ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. മൃഗത്തിന് വെള്ളം കുടിപ്പിക്കാൻ അനുമതി നൽകുന്നവർക്ക് 18 വർഷത്തെ ബന്ധനത്തിൽ നിന്നൊരു മനുഷ്യനെ മോചിപ്പിക്കാതെ ഇരിക്കുക എളുപ്പമാകില്ല. യേശു നമ്മെ പഠിപ്പിക്കുന്നത് വ്യക്തമാണ്. ദൈവത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യനെ തടവാനല്ല, മോചിപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. സ്നേഹം എല്ലാത്തിനും മുകളിൽ. മനുഷ്യൻ്റെ നന്മയും മോചനവും തന്നെ പ്രധാനം. നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ നിഗമനങ്ങളിലൂടെയും നിയമപുസ്തകങ്ങളുടെ അളവുകളിലൂടെയും വിധിക്കുമ്പോൾ അവരെ കാണാതെ, അവരുടെ വേദന തിരിച്ചറിയാതെ നമ്മും അനജ്ഞാതരായ സിനഗോഗാധികാരികളായി മാറുന്നു. അതുകൊണ്ട് ഈ സുവിശേഷം നമുക്ക് ആത്മപരിശോധനയ്ക്കും കരുണയുടെ ദൃഷ്ടി സ്വീകരിക്കലിനും ഒരുപാട് സാവകാശം നൽകുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ 2 വായനകളെയും ഒന്നിച്ച് ആഴത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ആത്മീയ സത്യത്തിൻ്റെ പ്രായോഗിക രൂപമാണ്. പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നാണ്. എന്നാൽ സുവിശേഷത്തിൽ യേശു ആ സ്വാതന്ത്ര്യം
നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടപ്പാക്കുന്നു എന്ന് കാണിക്കുമോ? 18 വർഷം കൂണിപ്പോയ സ്ത്രീയുടെ ജീവിതത്തിലെ ഭയം, ദുരിതം, രോഗം, എല്ലാ അടിമത്തത്തിൻ്റെയും ചങ്ങലകൾ യേശു അഴിച്ചുമാറ്റുന്നു. അവൾക്ക് അബ്രഹാത്തിന്റെ പുത്രി എന്ന നിലയിലുള്ള പുത്രത്വവും ആത്മീയ സ്വാതന്ത്ര്യവും തിരികെ നൽകുന്നു. ഒന്നാം വായന ദൈവശാസ്ത്രപരമായ ഒരു സത്യത്തെ നമ്മോട് പറഞ്ഞുതരുമ്പോൾ, സുവിശേഷം അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത് എങ്ങനെയെന്ന് തെളിയിക്കുന്നു. അബ്ബാ, പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം നമുക്കുണ്ടെന്ന് നിശ്ചയിക്കുമ്പോൾ, ആ അവകാശം ഉപയോഗിച്ച് ഞങ്ങൾ എത്രത്തോളം ബന്ധനങ്ങളെ അഴിച്ചഴിച്ചുമാറ്റാൻ കഴിയുമെന്ന് കാണിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ വചനം നമ്മോട് ചോദിക്കുന്നു, എൻ്റെ ജീവിതത്തിലെ കൂണ് എന്താണ്? എന്താണ് എന്നെ തലയുയർത്തി നടക്കാൻ തടസ്സമാകുന്നത്? ദൈവത്തെയും സഹോദരങ്ങളെയും പൂർണ്ണമായും സ്നേഹിക്കാൻ അനുവദിക്കാത്ത ബന്ധനം. അത് ക്ഷമിക്കാനാവാത്ത ഒരു മുറിവോ, പാപകരമായ ഒരു ശീലമോ, സാമ്പത്തിക പീഡയോ, രോഗത്തിൻ്റെ വേദനയോ ആകാമെന്ന് ചിന്തിക്കാം. ഈ ചോദ്യം നമുക്ക് ആത്മപരിശോധനക്കും ദൈവം നൽകുന്ന മോചനത്തിൻ്റെ സത്യത്തെ സ്വീകരിക്കാനുള്ള അവസരത്തിനും വഴിതെളിക്കുന്നു. അതിനാൽ ആ കൂലുമായും ആ ബന്ധനവുമായി നമുക്ക് ഇന്ന് യേശുവിൻ്റെ അടുത്തേക്ക് നിൽക്കാനുള്ള തീരുമാനമെടുക്കാം. സിനഗോഗിലെ ആ സ്ത്രീയെപ്പോലെ നമ്മളും പലപ്പോഴും നിശബ്ദരായിരിക്കുകയും അവളുടെ പോലെ തന്നെ സൗഖ്യം അഭ്യർത്ഥിക്കാത്തവരായിരിക്കുകയും ചെയ്യാം. പക്ഷേ യേശു നമ്മെ കാണുന്നു. നമ്മുടെ കണ്ണുനീരുകൾക്കും ആഴത്തിലുള്ള വേദനകൾക്കും അവനും അവൻ്റെ ദൃഷ്ടി നിശ്ചലമാണ്. ആരും കാണുന്നില്ലെന്ന് കരുതുന്ന നിമിഷങ്ങളിലും അവിടുന്ന് നമ്മെ പേരുപറഞ്ഞ് അടുത്തേക്ക് വിളിക്കുന്നു. മകനേ, മകളെ, നീ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ആ സൗഖ്യഭരിതമായ സ്വരം കേൾക്കാനും ആ സ്നേഹസ്പർശമനുഭവിക്കാനും നാം ഹൃദയങ്ങൾ തുറക്കുമ്പോൾ 18 വർഷത്തെ ബന്ധനങ്ങൾ പോലും വിടുവിക്കപ്പെടുന്ന അനുഭവം നമുക്ക് സാധിക്കും. ഈ ആഴ്ച നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒതുക്കിപ്പിടിച്ചിരിക്കുന്ന ഒരു കാര്യം, ചെറുതോ വലുതോ, തിരിച്ചറിയുകയും അതിനെ യേശുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം. നമുക്ക് പറയാം, കർത്താവേ, ഈ ബന്ധനത്തിൽ ഞാൻ നിൽക്കാനാവുന്നില്ല. നിന്റെ ശക്തിയാൽ എനിക്ക് മോചനം ലഭിക്കട്ടെ. കരുണ നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഞങ്ങളെ അബ്ബാ, പിതാവേ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം നൽകിയതിന് നന്ദി. ഞങ്ങൾ ആ സ്നേഹത്തിൽ നിന്നാണ് പ്രചോദനം നേടുന്നത്. ഓരോ നിമിഷവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ ഹൃദയപൂർവ്വം സ്തുതിക്കുന്നു. ഞങ്ങൾ നിനക്ക് പ്രിയപ്പെട്ട മക്കളാണ്. കർത്താവായ യേശുവേ, ഇന്നത്തെ സുവിശേഷത്തെ 18 വർഷം സാത്താന്റെ ബന്ധനത്തിൽ കഴിയേണ്ടി വന്ന സഹോദരിയെ നീ മോചിപ്പിച്ചുവല്ലോ. അവളുടെ ശരീരവും ആത്മാവും നിവർത്തി പുതിയൊരു ജീവിതത്തിൻ്റെ പ്രകാശം അവൾക്ക് നൽകിയതു നീ തന്നെയല്ലോ. അങ്ങനെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലും നിന്നുമുള്ള എല്ലാ കൂനുകളും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ക്ഷമിക്കാനാകാത്ത ഹൃദയമുറിവുകൾ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, രോഗത്തിൻ്റെ വേദനകൾ, സാമ്പത്തിക അടിമത്തങ്ങൾ, പാപത്തിൻ്റെ അടിമത്തം, ഇവയെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് കൈമാറുന്നു. അങ്ങയുടെ സൗഖ്യദായക കരം ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കട്ടെ. നീ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന അങ്ങയുടെ അധികാരമുള്ള വാക്ക് ഞങ്ങളുടെ ആത്മാവിലും നിറയട്ടെ. നിയമങ്ങളുടെ ചട്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങി മറ്റുള്ളവരെ വിധിക്കുന്ന സിനഗോഗാധികാരികളുടെ മനോഭാവത്തിൽ നിന്ന് ഞങ്ങളെ ദൂരെയാക്കുകയും പകരം നീ കാണുന്നതുപോലെ സ്നേഹത്തോടെയും കരുണയോടെയും ഓരോ മനുഷ്യരെയും വിലമതിക്കാൻ, സഹോദരങ്ങളുടെ വേദനകളിൽ പങ്കാളിയാകാൻ ഞങ്ങളെ പഠിപ്പിക്കട്ടെ. ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ ജീവിതത്തിനും ഹൃദയത്തിനുമനുസരിച്ച് നിശ്ചിതമായ അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യം, വേദന, ഭാരം, ആശങ്ക എല്ലാം അങ്ങറിയുന്നു. രോഗികൾക്ക് സുഖവും ദുഃഖിതർക്കു ആശ്വാസവും ഭാരപ്പെട്ടവർക്കു ശക്തിയും സഹായവും നൽകണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഓരോരുത്തരെയും പ്രീതിയോടെ കരുണയോടെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
ഈശോ മിശിഹായിക്ക് സ്തുതിയും മഹത്വവും നൽകപ്പെടട്ടെ.